ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടക്കാൻ പോയി. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് വലിയ ലൈറ്റൊന്നുമില്ല. കംപ്ലീറ്റ് ഇവിടെ മങ്ങി നിൽക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. ആകെ 10 ഡിഗ്രിയേ ഉള്ളൂ. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. അത്രയും തണുപ്പാണ്. എന്തായാലും ചൂടിലും നല്ല തണുപ്പ് തന്നെയാണ്. ഇന്ത്യയിൽ ഞങ്ങൾ വന്ന് കുറച്ചൊരു 45 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പിന്നെയാണ് ഒരാശ്വാസമായത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീണ്ടും ഞാനിവിടെ പറയാണ്, ഇവിടെ കെയർ ജോബ്സിനൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ആശയവിനിമയം ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. അത് പഠിച്ചെടുക്കാനായിട്ട് ഇവരുടെ ആക്സന്റ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ട് ഞാനിവിടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്, അതായത് ഇന്നലെയെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ V2 യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ കാര്യം പറയണമെങ്കിൽ V1 യൂസ് ചെയ്യുക. അതുപോലെ നാളത്തെ കാര്യമാണെങ്കിലോ വിൽ ഓർ ഷാലിൻ്റെ കൂടെ V1 യൂസ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ എളുപ്പമാണ് അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് 4 സെൻറ്റൻസ് ഉണ്ടാക്കാം. അതായത് അവൾ വീട്ടിൽ പോയി എന്ന് നമ്മൾ പറയുന്നു. അവൾ വീട്ടിൽ പോയോ, അവൾ വീട്ടിൽ പോയില്ല, അവൾ വീട്ടിൽ പോയില്ലേ, ഇങ്ങനെ. അതായത് പോയി, പോയില്ല, പോയോ, പോയില്ലേ, ഇങ്ങനെ 4 സെൻറ്റൻസ് ഉണ്ടാക്കാം. ഷീ വെൻറ്റ് ഹോം, അവൾ വീട്ടിൽ പോയി. ഇനി നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാം. അവൾ വീട്ടിൽ പോയില്ല എന്ന് പറയും നമ്മൾ. ഷീ ഡിഡിൻറ്റ് ഗോ ഹോം. ആ ഡിഡ് പറഞ്ഞുകൊണ്ട് അവിടെ വെൻറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഷീ ഡിഡിൻ ഗോ. അപ്പോൾ ഡിഡിൻ്റെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തില്ല, പോയില്ല, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് അതിലൂടെ വരുന്നത്. ഇനി എന്താണ് നമ്മൾ അവൾ വീട്ടിൽ പോയോ എന്ന് ചോദിക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഡിഡ് ആദ്യം ചേർത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയോ, ചെയ്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയാം. ഡിഡ് ഷീ ഗോ ഹോം, അപ്പോഴവിടെ ഗോയാണ് ചേർത്തത്. കാരണം ഡിഡ് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ വെൻറ്റ് ചേർത്തു. പക്ഷെ ഇവിടെ ഡിഡ് ഉള്ളതുകൊണ്ട് ഡിഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിഡ് ഗോ, പോയോ. അപ്പോൾ വെൻറ്റ് പോയി, ഡിഡിൻ ഗോ പോയില്ല, ഡിഡ് ഗോ പോയോ, ഡിഡിൻ ഗോ പോയില്ലേ, ഇങ്ങനെ 4 സെൻറ്റൻസ് ഉണ്ടാക്കാം. പോയി, പോയില്ല, പോയോ, പോയില്ലേ, ഇങ്ങനെ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അവൾ പോയി എന്ന് പറയുന്നു, അതിൻ്റെ നെഗറ്റീവ് പറയുന്നു പോയില്ല, പോയോ എന്ന് ചോദിക്കുന്നു, പോയില്ലേ എന്ന് ചോദിക്കുന്നു. അതായത് ഷീ വെൻറ്റ്, ഷീ ഡിഡിൻ ഗോ, ഡിഡ് ഷീ ഗോ, ഡിഡിൻ ഷീ ഗോ. ഇതുപോലെ നമുക്ക് ഇന്നലത്തെ കാര്യങ്ങളും പറയാം ഇവിടെ. അപ്പോൾ ടെൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അതായത് ഷീ വെൻറ്റ്, അവൾ പോയി. ഷീ ഡിഡിൻ ഗോ, അവൾ പോയില്ല. ഡിഡ് ഷീ ഗോ, അവൾ പോയോ. ഡിഡിൻ ഷീ ഗോ, അവൾ പോയില്ലേ. ഈ 4 സെൻറ്റൻസ് ഉണ്ടാക്കിയില്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് ഉപയോഗിച്ച് പറഞ്ഞൂടെ? ഇതുപോലെ തന്നെ നമുക്ക് പ്രസന്റ് ടെൻസിലും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും ഇതുപോലെ 4 സെൻറ്റൻസുകൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ വാചകങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയും. ഇംഗ്ലീഷിനെ കുറിച്ച് ആരും വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇക്കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കർ ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇംഗ്ലീഷ് സ്പീക്കറായിട്ട് നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക. വിജയം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ ജോലി കിട്ടാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കാനും നിങ്ങൾ ഇപ്പോഴേ തന്നെ സ്വപ്നം കണ്ടു തുടങ്ങുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്നും എത്തപ്പെടാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഞാൻ ആ ആഗ്രഹം ഇവിടെ ഒന്നും മായ്ച്ചു കളഞ്ഞില്ല. ഞാൻ അന്ന് മുതൽ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. ആ സ്വപ്നം കാണുക എന്നുള്ളത് ഇതിൽ നമുക്ക് ചിലവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും സ്വപ്നം കാണുക. നിങ്ങൾക്കും ഇതുപോലുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ എല്ലാവരും ഒരേപോലെ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഒരേപോലെയാണോ? അല്ല. അതിന് ചില ആളുകൾക്ക് ഇതുപോലുള്ള ആത്മവിശ്വാസം ഉണ്ടാവും.
അപ്പോൾ അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ എത്താനായിട്ട് സാധിക്കും. ഒരു വീട്ടിൽ തന്നെ ദരിദ്രരായിട്ടുള്ള 4 മക്കളുണ്ടെങ്കിൽ അതിലൊരാൾ ഭയങ്കര പണക്കാരൻ, ഒരാൾ ഒന്നുമില്ലാത്ത ആള്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇതാണ്. കാരണം അവർക്ക് സ്വപ്നങ്ങളില്ല. ചില ആളുകൾക്ക് നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കുക. സ്വപ്നം കാണുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുക. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. അതായത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക. നിങ്ങൾക്ക് നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ see you. Bye.